ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ലെമൺ യെല്ലോ കളർ സാരിയാണ്. ഈ സാരിയിൽ ഞാൻ ലേസി ഡേസി ഫ്ലവറാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എവിടേക്കാണ് ഫ്ലവർ വരുന്നതെന്നും കൂടി കാണിക്കാം കേട്ടോ. ഈ സാരി ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ റിക്വസ്റ്റ് പ്രകാരം ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഏത് കളർ യൂസ് ചെയ്യണം എന്നൊക്കെ എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ നോക്കി ചൂസ് ചെയ്തു. പിന്നെ ഞാൻ അവരുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഏകദേശം ഞങ്ങളുടെ രണ്ടുപേരും ടേസ്റ്റ് സെയിം പോലെ തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ കളറിലേക്ക് എത്തിയത്. ഇതൊരു ടീച്ചർക്ക് വേണ്ടി ചെയ്ത സാരി കേട്ടോ. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുള്ള സാരിയാണ് എടുക്കുന്നത്. എൻ്റെ കുറേ സാരീസും ഞാൻ ഇതേപോലെ ഒരുപാട് സെലക്ട് ചെയ്തെടുക്കുന്നതാണ്. ഈ പിക്ചറാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഈ പിക്ചർ നേരത്തെ വീഡിയോയിൽ വേറെ ഒരു ടൈപ്പ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ഡിസൈൻ ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ സ്റ്റിച്ചസിൽ കുറച്ച് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇതിൽ 4 ബഞ്ച് വരുന്നുണ്ട്. ഞാൻ അതിലൊരു 2 ബഞ്ചാണ് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ ചെറിയ വർക്ക് ആയതുകൊണ്ട് ടൈം കൺസ്യൂമിങ് ആണ് ഒത്തിരി. പിന്നെ നീറ്റായിട്ട് ചെയ്യണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ഒത്തിരി കെയർ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ എന്നോടൊരു കാര്യം ചൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക മാക്സിമം അത് ഭംഗിയാക്കാനൊക്കെ നോക്കും. അതേപോലെ അതിൽ ഏത് കളർ ത്രെഡ് യൂസ് ചെയ്യണം അങ്ങനെയൊക്കെ നോക്കിയിട്ട് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതല്ല, ഞാനൊരു സാരി വർക്ക് ചെയ്തിട്ട് വീഡിയോ ഇടുമ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഓക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിക്കും. അതല്ലാതെ ഒരാൾ കളർ കോമ്പിനേഷൻ ഈ ലെമൺ യെല്ലോ സാരി വേണം എന്ന് പറഞ്ഞിട്ട് ഏത് കളർ കോമ്പിനേഷൻ ത്രെഡ് ഇടണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ട് ചെയ്തൊരു സാരിയാണ്. പക്ഷെ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ എനിക്ക് വേണ്ടി ഒരെണ്ണം ചെയ്യണമെന്ന് കൂടി വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വിചാരിച്ചു മൾട്ടി കളർ ത്രെഡ് കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ത്രെഡ്. അതിൻ്റെ കളറും കൂടി നിങ്ങളൊന്ന് നോക്കുക. ഗ്രീൻ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇടാം. ലെമൺ യെല്ലോ ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം ബ്രൈറ്റായിട്ട് നിൽക്കുന്നൊരു ഗ്രീൻ കളർ ചൂസ് ചെയ്തു. എപ്പോഴും നമ്മളൊരു കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിൻ്റെ പകുതി ടെൻഷൻ കുറഞ്ഞു എന്ന് പറയാം. എനിക്കെപ്പോഴും അങ്ങനെ കേട്ടോ. ഞാനൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം അത് ഭംഗിയായി വരാനായിട്ട് നോക്കും. കണ്ടോ, ഇതിൽ ഫ്ലവർ ഞാൻ ലേസ് ഡേസി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഡിസൈനിൽ ഫ്ലവർ പെറ്റൽസ് വരുന്നത്. അതിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് നമുക്ക് കുറച്ചുകൂടി പെറ്റൽസ് കൊടുത്താൽ ഫ്ലവർ തിക്നെസ്സോടെ ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിക്കാം. ഇതുപോലെ നമ്മൾ കുറച്ചധികം ത്രെഡ് എടുത്ത് വെച്ചിട്ട് വേണം എപ്പോഴും എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ ത്രെഡ് തീർന്നു പോയി പിന്നെ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ കിട്ടാതെയൊക്കെ വരും. അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് അതിന് ഏകദേശം എത്ര ത്രെഡ് വേണമെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് വാങ്ങുക. എന്നിട്ട് വേണം നമ്മൾ എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഞാനിതിൽ വർക്ക് ചെയ്യാനായിട്ട് 6 strands ത്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 6 strands എടുത്താലാണ് പെറ്റൽസ് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അതേപോലെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മൾട്ടി കളർ ത്രെഡ് ആയതുകൊണ്ട് 6 strands അങ്ങനെ തന്നെ നീഡിലിൽ കോർത്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 strands എടുത്ത് ക്രോസ് ചെയ്ത് കെട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കളറിൽ ചേഞ്ചസ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇതേപോലെ മൾട്ടി കളർ ത്രെഡ് എടുക്കുന്ന സമയത്ത് 6 strands തന്നെ എടുക്കാൻ നോക്കുക. ലേസ് ഡേസി ഫ്ലവർ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില ആളുകളെ പുതിയതായിട്ട് കാണുന്നവരുണ്ടാവും. പിന്നെ ചിലർ പറയാറുണ്ട് ഈ ഡിസൈനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൺഫ്യൂഷൻ വരാറുണ്ടെന്നൊക്കെ. അതുകൊണ്ടാണ് കേട്ടോ ഓരോ ഡിസൈൻ ചെയ്യുമ്പോഴും അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ കൂടി ഇടുന്നത്. മാക്സിമം ഞാൻ സ്ലോ ആക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ ത്രെഡ് വലിക്കുന്ന സമയത്ത് നമുക്ക് നിങ്ങൾ കാണുമോ അല്ലെങ്കിൽ കൈ കൊണ്ട് മറഞ്ഞു പോകുമെന്നൊക്കെ നോക്കാറുണ്ട്. അപ്പം മാക്സിമം കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞാനിത് ചെയ്യുന്നുണ്ട്. ഇതെടുത്ത സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പം ഞാൻ കുറച്ച് ത്രെഡ് കൂടുതൽ എടുത്തിട്ടോ. എന്ന് വെച്ചാൽ ത്രെഡിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. അങ്ങനെയുള്ള സമയത്ത് ഇതേപോലെ ചെറിയ കെട്ടുകൾ വരാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പം നിങ്ങൾ കെയർഫുള്ളായിട്ട് അത് അഴിച്ചെടുക്കുക. ഇനി നമുക്കിതേപോലെ ഓരോ പെറ്റൽസും, അതായത് നമ്മൾ വരച്ച ഡിസൈനിൽ പെറ്റൽസ് കുറച്ച് അകന്നായിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സെയിം നമുക്കിതേപോലെ ചെയ്യാം, തയ്ക്കാം. അതിന് ശേഷം വേണം ഇൻ ബിറ്റ്വീൻ നമുക്ക് നെക്സ്റ്റ് പെറ്റലൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഫ്ലവർ നല്ല തിക്കായിട്ട് വരും. മൾട്ടി കളർ ത്രെഡ് അല്ലാതെ നമുക്ക് സിംഗിൾ കളർ ത്രെഡ് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷെയ്ഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ത്രെഡ് മാറ്റേണ്ട ആവശ്യം വരും. അതുകൊണ്ടാണ് ഇതേപോലത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ടൈം കുറച്ച് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ മൾട്ടി കളർ യൂസ് ചെയ്യുന്നത്.
സിംഗിൾ കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നീഡിൽ ത്രെഡ് കോർത്ത് വെക്കുക. ഇപ്പോൾ 2-3 കളേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കോർത്ത് വെക്കുക 3 കളറും. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ട് കളർ മാറ്റിയിട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വേഗം ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സൂചിയിൽ നൂല് കോർക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഞാനെപ്പോഴും എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഒരു 3-4 സൂചിയിൽ ഇങ്ങനെ നൂല് കോർത്ത് വെക്കും. എന്നിട്ടാണ് അത് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇടയിൽ ഓരോ പെറ്റൽസ് കൂടി ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വരയ്ക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് വരയ്ക്കാതെ വേണമെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ 4 ഡയറക്ഷനിലേക്കും ഓരോ പെറ്റൽസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഫില്ല് ചെയ്ത് പോകുന്ന വിധത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് ലേസി ഡേസി. കെട്ട് വീഴുവാണെങ്കിൽ ഇതേപോലെ സ്ലോവിൽ അഴിച്ചെടുക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൽ ഫ്ലവർ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഫ്ലവർ കൂടി എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നൊന്ന് കാണിക്കാം. വോയിസ് കുറച്ച് അടഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. കോൾഡ് പിടിച്ചിട്ട് ലാസ്റ്റ് വീക്കായിട്ട് നല്ല മഴ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് ശബ്ദം അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീഡിയോ എടുത്ത് വെച്ചിട്ടും പോസ്റ്റ് ചെയ്യാനായിട്ട് 2-3 ദിവസം ലേറ്റ് ആയത്. പിന്നെ കൂടാതെ അപ്പുറത്തെ തറവാട്ടിലെ പട്ടിയും കുറച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്തേക്കാം. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് കുറച്ച് സമയം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. ഫ്ലവേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം മിഡിലിൽ നമുക്ക് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാൻ അന്നേരം വിചാരിച്ചു കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്താൽ ആ ഫ്ലവറിൻ്റെ ഭംഗി പോകുമെന്ന്. അപ്പോൾ ഏകദേശം ഒരു 3 ഫ്രഞ്ച് നോട്ടാണ് ഇതിൻ്റെ മിഡിലിൽ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റിലുള്ള സ്റ്റിച്ചസിന് ശേഷം നമുക്ക് മിഡിലിൽ വരുന്ന സ്റ്റിച്ച് കൂടി ചെയ്യാം. അതിന് ഞാൻ ഈ സെയിം കളറാണ് കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി മൾട്ടി കളർ ത്രെഡാണ്. 2-3 കളറിൻ്റെ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു കളർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുവാണെങ്കിൽ കാണാനായിട്ട് അത്ര ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ സെയിം കളർ തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോയിൽ നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനൊരു 3 ടൈംസാണ് ടേൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നല്ല കെയർഫുള്ളായിട്ട് ചെയ്യുക. കണ്ടോ, കെട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വലിച്ചു പിടിക്കുക. മാക്സിമം ഒരു 3 സ്റ്റിച്ചസ് ഇൻ ബിറ്റ്വീൻ ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓവർ ക്രൗഡഡ് ആയിട്ട് പോകുന്ന പോലെ തോന്നും. എന്താണെന്ന് വെച്ചാൽ ചുറ്റിലും വരുന്ന പെറ്റൽസ് തന്നെ നല്ല നിറഞ്ഞാണ് വരുന്നത്. പിന്നെ നടുക്കൂടി അത്രയും ഫില്ലായിട്ട് വരുവാണെങ്കിൽ കാണാനായിട്ട് വലിയ ഭംഗി ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ വേണമെന്നുണ്ടെങ്കിൽ ബീഡ്സ് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് നോട്ട് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. മാക്സിമം നമ്മുടെ ഫ്ലവർ ഭംഗിയാക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ബഡ് പോലെയുള്ള പോർഷൻ കൂടി കംപ്ലീറ്റ് ചെയ്യാം. അതിനും സെയിം കളർ തന്നെ ത്രെഡ് എടുക്കുന്നത്. സെയിം 6 സ്ട്രാൻഡ്സ് തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ എവിടേക്കാണോ പെറ്റൽസ് വരച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുവാണെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് പെറ്റൽസ് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ കാണുമ്പോൾ ഒരു ഭംഗി വരണം. ആ പെറ്റൽ എല്ലാം കൂടി ഒരേപോലെ നല്ല ഭംഗിയിലിരിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലൊന്ന് ആലോചിക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്യാം. സെയിം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബഡ് കൂടി ഫിനിഷ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഗ്രീൻ യൂസ് ചെയ്തിട്ട് ലീവ്സും സ്റ്റെംസും കൂടി ചെയ്യാം. ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സെയിം സ്റ്റിച്ചിൻ്റെ. പക്ഷേ ഈ ഡിസൈനിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ വീഡിയോയിൽ കൂടി ഇൻക്ലൂഡ് ചെയ്തത്. ലെമൺ യെല്ലോ സാരിയിലെ സ്കൈ ബ്ലൂ ഫ്ലവേഴ്സ് നല്ലതായിരിക്കും. സ്കൈ ബ്ലൂ യൂസ് ചെയ്യുവാണെങ്കിലും അതിൻ്റെ ഷെയ്ഡ്സ് യൂസ് ചെയ്യുക. അതേപോലെ ലാവൻഡർ, വയലറ്റ് ആ ഒരു ഷെയ്ഡും നല്ലതാട്ടോ. അതെല്ലാം നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യുക. അതേപോലെ പിങ്ക്, റെഡ്, ഓറഞ്ച്, റെഡ് അങ്ങനെ ഒത്തിരി കളർ കോമ്പിനേഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയ സാരിയാണ് ലെമൺ യെല്ലോ. എപ്പോഴും നമുക്ക് നമ്മുടെ ഒക്കേഷനും നമ്മളുടെ ഏത് ബ്ലൗസാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അതെല്ലാം നോക്കിയിട്ട് സാരിയിൽ ത്രെഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ബ്ലൗസ് എടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇപ്പോൾ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിലും അതേപോലെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് അങ്ങനെ സെലക്ട് ചെയ്യാം. ഇതിൽ ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ആക്കിയിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൈം ഒത്തിരി കൂടുതലായിട്ട് വരും വീഡിയോയുടെ. അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്പീഡിൽ കാണിക്കുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതേപോലുള്ള ഫ്ലവേഴ്സ്, ബഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ത്രെഡ് 6 സ്ട്രാൻഡ്സ് എടുത്താലേ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ മാക്സിമം 6 സ്ട്രാൻഡ്സ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യുമ്പോൾ അതിനൊരു പ്രൊജക്ഷൻ ഫീൽ ചെയ്യില്ല. കുറച്ചൊരു പ്രൊജക്ഷൻ കൂടി ഉണ്ടെങ്കിലാണ് ഫ്ലവറിന് ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ക്രിയേറ്റിവിറ്റി അതും കൂടി ഇതിലൊക്കെ യൂസ് ചെയ്യുക. വേണമെങ്കിൽ ഫ്ലവർ ബഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഓരോ പെറ്റൽസിൻ്റെ ഇടയ്ക്ക് ഓരോ ബീഡ്സ് കൊടുക്കുക, ഷുഗർ ബീഡ്സ്. അങ്ങനെ കൊടുത്താലും ഭംഗിയായിരിക്കും. നമുക്ക് നമ്മുടെ ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ഓരോ ഡിസൈൻ ചെയ്യുമ്പോഴും എനിക്ക് എൻ്റേതായ കുറച്ച് ഐഡിയ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പെറ്റൽസ് ചില സ്ഥലത്ത് വരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ അവിടെ പുതിയൊരു പെറ്റൽ ആഡ് ചെയ്ത് കൊടുക്കും. അത് ചെയ്താൽ എങ്ങനെയുണ്ടാകുന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നേച്ചറിലെ കുറേ ഫ്ലവേഴ്സ് അങ്ങനെ അതൊക്കെ ഒബ്സർവ് ചെയ്യുക, കളർ കോമ്പിനേഷനൊക്കെ നോക്കുക. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഫ്ലവർ ബഡും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ലീഫും കൂടി ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ എടുക്കാം. കണ്ടോ, ഗ്രീൻ കളർ ത്രെഡ് ഞാൻ എടുക്കുന്ന സമയത്ത് 3 strands എടുത്തിട്ട് അത് മടക്കി എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ ബഡിൻ്റെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പോലെ ഫ്രെയിം എങ്ങനെയാണ് ചരിച്ചോ തിരിച്ചോ ഒക്കെ പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിതിൽ കൂടുതലും നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൈ കൊണ്ട് മറയുന്ന രീതിയിൽ വരരുതെന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര സ്ലോവിലും ഇതേപോലെയൊക്കെ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് ചരിച്ച് പിടിച്ചും തിരിച്ചു പിടിച്ചൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. കണ്ടോ, അപ്പോൾ അതേപോലെ നമ്മൾ ബഡിൻ്റെ സൈഡിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഈ പെറ്റലിൻ്റെ സൈഡിലുള്ള സ്റ്റെമ്മെല്ലാം ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ പെറ്റലാകെ ഞാൻ 2 വരച്ചു കൊടുത്തിട്ടുള്ളൂ. ഒരെണ്ണം വേണമെങ്കിൽ താഴെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒരു പെറ്റലും കൂടി ചെയ്താൽ മതി. സ്റ്റെം ചെയ്യാനായിട്ട് ഞാൻ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. പെറ്റൽസ് ചെയ്യാനായിട്ട് നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്യാം. എൻ്റെ ഡിസൈനിൽ മാക്സിമം ഞാൻ സ്റ്റെം ചെയ്യാനായിട്ട് സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്കെന്തോ അത് വളരെ ഇഷ്ടമുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ. അതായത് ഒരു നാച്ചുറൽ ഫീൽ കിട്ടും സ്റ്റെം യൂസ് ചെയ്തിട്ട് സ്റ്റെം സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇതും ത്രെഡ് എടുത്തപ്പോൾ ഞാൻ ചെറിയൊരു നീഡിൽ എടുത്തിരിക്കുന്നത്. 3 strands ത്രെഡ് ഇൻസേർട്ട് ചെയ്താൽ മതിയല്ലോ, അതുകൊണ്ടാണ് ചെറിയ നീഡിൽ എടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റെമ്മിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ലീവ്സ് കൂടി ചെയ്യാം. ഇടയ്ക്ക് ചില കാര്യങ്ങൾ പറയണം എന്ന് വിചാരിക്കും കേട്ടോ. നമ്മളിതേപോലെ ട്യൂട്ടോറിയൽ വീഡിയോയും ഒരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടും വ്യൂവേഴ്സായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, വീഡിയോ യൂസ്ഫുള്ളായി, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നൊക്കെ. ചില കസ്റ്റമേഴ്സ്, അതായത് ഒരു കസ്റ്റമർ അല്ല, സബ്സ്ക്രൈബറുടെ ഇതിൽ നിന്ന് ഒരു പ്രാവശ്യം എനിക്ക് കിട്ടിയൊരു മെസ്സേജാണ്, എന്തിനാ ഒത്തിരി സംസാരിക്കുന്നത്, വീഡിയോ കാണിച്ചാൽ പോരെയെന്ന്. അപ്പോൾ ഞാനെനിക്ക് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റേതായ ഒരു എന്താ പറഞ്ഞാൽ വ്യൂ പോയിൻ്റ് ഉണ്ട്. എൻ്റെ വീഡിയോ എങ്ങനെയായിരിക്കണം, അത് കാണുന്ന ഒരാൾക്ക് യൂസ്ഫുൾ ആവണോ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു കേട്ടോ, ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ പല റീസൺസ് കൊണ്ടാണ് അവരിങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ സപ്പോസ് ഒരു വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ അതിൻ്റെ വോയിസ് കേൾക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, വോളിയം മാക്സിമം അങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് വീഡിയോ കാണും. ചിലപ്പോൾ വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും, വോളിയം നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഒത്തിരി പേരിങ്ങനെ പറയാറുണ്ട്, രാവിലെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഇങ്ങനെ ഓൺ ചെയ്ത് വെക്കും, അപ്പോൾ സംസാരിക്കുന്ന പോലെ തോന്നും. അങ്ങനെ കാണുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. അതായത് ആൾക്കാരുടെ മൈൻഡ് ഡിഫറൻറ്റാണ്. സാരിയിൽ ഓൾമോസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതിൽ പല്ലുവിൻ്റെ പാർട്ടിൽ 2 ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ചെസ്റ്റ് പോർഷൻ്റെ ഭാഗത്തായിട്ട് 2 ഫ്ലവർ ഉണ്ട്. അതുപോലെ താഴെ പ്ലീറ്റ്സ് ഇടുന്ന ഭാഗത്ത് 3 ഫ്ലവർ. അങ്ങനെ ടോട്ടൽ 7 ഫ്ലവർ ആട്ടോ കൊടുത്തിരിക്കുന്നത്. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 2200 ആണ്. പ്ലസ് ചാർജ് കൂടി വരാറുണ്ട്. ഷിപ്പിംഗ് അപ്പം ഇൻസൈഡ് കേരളയാണെങ്കിൽ ഒരു 60 റുപ്പീസൊക്കെയാണ് വരുന്നത്. കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ ഒരു 100 ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് പറ്റി, ഒത്തിരി ടൈം എടുത്ത് വീഡിയോ ചെയ്യാൻ പറ്റി. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്കിപ്പ് ചെയ്തും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചും സ്പീഡിലാണ് വീഡിയോ ഒക്കെ ഇടാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ കണ്ടു നോക്കുക. അതേപോലെ ഈ ഡിസൈനെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരിയിലോ ചുരിദാറിലൊക്കെ ചെയ്ത് നോക്കുക. പിന്നെന്താ,
താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ. ഒരു കാര്യം കൂടെ പ്രത്യേകം പറയട്ടെ, ഒത്തിരി പേര് നല്ല കമൻസ് ഒക്കെ അയക്കുന്നുണ്ട്, അതേപോലെ വീഡിയോ ഇടാനായിട്ടൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ എനിക്ക് പറ്റുന്ന സമയത്തെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും വളരെ നന്ദിയുണ്ട് കേട്ടോ.